പ്രണയം വളരെ മനോഹരമായ വികാരമല്ലേ? പ്രണയിക്കാത്തവർ ചുരുക്കമാണെന്ന് തന്നെ പറയാം. ഇനി എനിക്ക് പ്രണയമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കള്ളം. അവരായിരിക്കും ലോക ഫ്രോഡ്. പ്രണയിച്ച എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റണം എന്നൊന്നുമില്ല. അവസാനം വരെ നോക്കിയിട്ട് ഒരു രക്ഷയുമില്ലെന്ന് കണ്ടാൽ പ്രണയിനികളിൽ ഒരാൾ ആ പ്രേമം ത്യജിക്കും. അത് വേണ്ടാന്ന് വെച്ചവർ പിന്നെ കുറച്ചു കാലം നിരാശാ കാമുകനോ കാമുകിയോ ആയി നടക്കും. മറ്റവർ തേപ്പുകാരനോ തേപ്പുകാരിയോ ആവും. എന്നാൽ പൊതുവെയുള്ള ഒരു ധാരണയിൽ പറഞ്ഞാൽ പ്രണയത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നതിൽ കൂടുതലും ആണുങ്ങളാണ്. പറഞ്ഞു വരുന്നത് മനോഹരമായ പ്രണയകഥയ്ക്ക് മുൻപുള്ള ഒരു ആമുഖം മാത്രം. അകലങ്ങൾ ഇല്ലാതാക്കുന്ന പ്രണയമുണ്ട്. ബംഗളൂർ യുവാവും അമേരിക്കൻ യുവതിയും തമ്മിലുള്ള പ്രണയം ഹൃദയം കവരുക തന്നെ ചെയ്യും. ഹ്യൂമൻസ് ഓഫ് ബോംബെയുമായി പങ്കുവച്ച ഒരു പോസ്റ്റിൽ ഒരു ഇന്ത്യൻ യുവാവ് തനിക്ക് അമേരിക്കക്കാരിയായ ഒരു പെൺകുട്ടിയുമായി ഉണ്ടായ മനോഹരമായ പ്രണയകഥയും അവർ എങ്ങനെ ഭാഷാപരവും സാംസ്കാരികവുമായ അതിർവരമ്പുകൾ ഭേദിച്ച് പ്രണയത്തിലായെന്നും പങ്കുവെക്കുന്നുണ്ട്. ഒരു കലാകാരനായ ദീപക് 2023 ഒരു പരിപാടിക്കായി മുംബൈയിൽ പോയപ്പോൾ ഹന്ന എന്ന പെൺകുട്ടിയോട് തനിക്ക് പ്രണയം തോന്നിയതിനെ കുറിച്ചാണ് പോസ്റ്റിലൂടെ പങ്കുവച്ചത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്ന് പറയുന്നത് പോലെ ഹന്നയെ കണ്ടതും ദീപകിന് ലഡുപൊട്ടി. ആകർഷണത്തിനപ്പുറം നിഷേധിക്കാനാവാത്ത ഒരു ബന്ധം തനിക്ക് അനുഭവപ്പെട്ടുവെന്നും ദീപക് സമ്മതിക്കുന്നു. ധൈര്യം സംഭരിച്ച് അവളോട് സംസാരിച്ചപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ വളരെ എളുപ്പമുള്ളതായി തോന്നി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയ രണ്ട് പഴയ സുഹൃത്തുക്കളെ പോലെ. മുംബൈയിൽ അവർ ഒരുമിച്ചുണ്ടായിരുന്ന കുറഞ്ഞ സമയം ആത്മാർത്ഥമായ ചിരിയും ഹൃദയസ്പർശിയായ കഥകളും തമാശ നിറഞ്ഞ സംഭാഷണങ്ങളുമായി നിറഞ്ഞു. അവർ കൂടുതൽ അടുത്തപ്പോഴേക്കും ഹന്നയ്ക്ക് ഡൽഹിയിലേക്ക് മടങ്ങേണ്ട സമയവുമായി. പിരിയുന്നതിനു മുൻപ് അവർ പരസ്പരം കോണ്ടാക്ട് ഡീറ്റെയിൽസ് കൈമാറി. ഈ കൈമാറ്റം തങ്ങളുടെ ബന്ധം നിലനിർത്തുന്നതിനുള്ള പാലമാകുമെന്ന് അവർ അറിഞ്ഞില്ല. അവൾ ഡൽഹിയിലേക്ക് പോയതിനു ശേഷവും അവർ പരസ്പരം ആശയവിനിമയം നടത്തി. ദിവസേനയുള്ള മെസ്സേജുകളും ഇടയ്ക്കിടെയുള്ള കോളുകളും പങ്കുവച്ച കാര്യങ്ങളും അവരെ ബന്ധിപ്പിച്ചു നിർത്തി. പതിയെ അവരുടെ സൗഹൃദം പ്രണയമായി മാറി. അവൾ ഉടൻ അമേരിക്കയിലേക്ക് മടങ്ങുമെന്നറിഞ്ഞ യുവാവ് തന്റെ പ്രണയം കലയിലൂടെ പ്രകടിപ്പിക്കാൻ തീരുമാനിച്ചു. അവന്റെ സ്നേഹം അറിയിക്കുന്ന ഒരു ചിത്രം അവൻ അവൾക്കായി വരച്ചു നൽകി. അത് കണ്ടപ്പോൾ തനിക്കും അവനോട് ശക്തമായ പ്രണയമാണെന്ന് അവളും വെളിപ്പെടുത്തി. അവിടെ സൗഹൃദത്തിൽ നിന്ന് മനോഹരമായ പ്രണയ യാത്ര തുടങ്ങി. ഹന്ന യുഎസിലേക്ക് പോയപ്പോൾ വീഡിയോ കോളുകളും വെർച്വൽ ഡിന്നറുകളുമായിരുന്നു അകലം കുറച്ചത്. ഒടുവിൽ തന്റെ ബന്ധത്തെക്കുറിച്ച് അമ്മയോട് പറയാൻ അവൻ തീരുമാനിച്ചു. അവൻ ഹന്നയുടെ ചിത്രം കാണിച്ചപ്പോൾ അമ്മ സ്നേഹപൂർവ്വം പ്രതികരിക്കുകയും അവളെ തൽക്ഷണം സ്വീകരിക്കുകയും ചെയ്തു. അതുപോലെ ഹന്ന അവനെ തന്റെ കുടുംബത്തിനും പരിചയപ്പെടുത്തി. ഭാഷാപരമായ വിടവുകൾ ഉണ്ടായിരുന്നെങ്കിലും വീഡിയോ ചാറ്റുകളിൽ വിവർത്തനത്തിലൂടെ അവർ അത് നികത്തി. ഒരു വർഷം പൂർത്തിയായപ്പോൾ ദൂരം അവരെ വല്ലാതെ വിഷമിപ്പിച്ചു. ഒരു പുനഃസമാഗമത്തിനായി കൊതിച്ച് ഹന്ന മാതാപിതാക്കളോടൊപ്പം ഇന്ത്യയിലേക്ക് ഒരു യാത്ര ആസൂത്രണം ചെയ്തു. 2024 ഫെബ്രുവരിയിൽ അവൾ എത്തിയപ്പോൾ എയർപോർട്ടിൽ വെച്ച് അവർ ആലിംഗനം ചെയ്ത നിമിഷം മാസങ്ങളുടെ കാത്തിരിപ്പും വേർപാടും ഇല്ലാതാക്കി. ആ ഒരൊറ്റ ആലിംഗനം അവരുടെ തീരുമാനം ഉറപ്പിച്ചു. അവർക്കിനി വേർപിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്നത്. അവർ വിവാഹം രജിസ്റ്റർ ചെയ്യുകയും ജൂലൈ 26 വിവാഹ തീയതി നിശ്ചയിക്കുകയും ചെയ്തു. ആ തീരുമാനത്തിന് ശേഷം ജീവിതം മനോഹരമായി മാറി. അവന്റെ അമ്മ ഹന്നയെ പരമ്പരാഗത ഇന്ത്യൻ ഭക്ഷണം പാചകം ചെയ്യാൻ പഠിപ്പിച്ചു. അതേസമയം ഹന്ന കുടുംബ അടുക്കളയിലേക്ക് പാശ്ചാത്യ വിഭവങ്ങൾ പരിചയപ്പെടുത്തി. അവിടെ രുചികൾ കൈമാറപ്പെട്ടു, സംസ്കാരം കൈമാറപ്പെട്ടു. കുശുമ്പും പുന്നായ്മയും ഇല്ലാതെ സ്നേഹത്തിന്റെ മാത്രം നാളുകൾ. അവരുടെ വിവാഹ ദിവസം എത്തിയപ്പോൾ ഹന്ന ചുവന്ന സാരിയിൽ സന്തോഷത്തോടെയും ലാളിത്യത്തോടെയും തിളങ്ങി. പ്രിയപ്പെട്ടവരാൽ ചുറ്റപ്പെട്ട് ശാന്തവും ലളിതവുമായ ചടങ്ങിൽ അവർ വിവാഹിതരായി. ആ ദിവസം രണ്ട് വ്യക്തികളുടെ മാത്രമല്ല, രണ്ട് വ്യത്യസ്ത സംസ്കാരങ്ങളുടെയും ആചാരങ്ങളുടെയും ഹൃദയങ്ങളുടെയും ഒത്തുചേരലിന് സാക്ഷ്യം വഹിച്ചു. അവരുടെ പ്രണയകഥ പൂർണ്ണതയുടെ ഒരു കഥയല്ല, മറിച്ച് പ്രതിബദ്ധതയുടെയും പൊരുത്തപ്പെടലിന്റെയും മനസ്സിലാക്കലിന്റെയും കഥയാണ്. ഒരുമിച്ച് അവർ കിഴക്കും പടിഞ്ഞാറും പാരമ്പര്യവും ആധുനികതയും റൊട്ടിയും റിസോർട്ടോയും സംയോജിപ്പിക്കുന്ന ഒരു ലോകം സൃഷ്ടിച്ചു. പരസ്പര ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഒരു ബന്ധമാണിത്. അവിടെ വ്യത്യാസങ്ങൾ വിഭജിക്കുന്നില്ല, മറിച്ച് സമ്പന്നമാകുന്നു. എല്ലാ പ്രതിബന്ധങ്ങൾക്കിടയിലും പ്രണയം വിവർത്തനം ആവശ്യമില്ലാത്ത ഭാഷയാണെന്ന് തെളിയിച്ചു. ജാതിയുടെയും മതത്തിന്റെയും നിറത്തിന്റെയും പേരിൽ വീട്ടുകാരുടെ നിർബന്ധത്തിനും വഴങ്ങി പ്രണയം വേണ്ടാന്ന് വെക്കുന്നവർ ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ.
ഏതറ്റം വരെ പോയാലും വിവാഹ ബന്ധത്തിൽ മാത്രം അവസാനിപ്പിക്കണമെന്ന് ഉറച്ച തീരുമാനമെടുത്തവർ വീട്ടുകാരുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുമ്പിൽ പതറിപ്പോകുന്ന നിമിഷങ്ങൾ വരെയുണ്ട്. സ്വന്തം ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെച്ച് വീട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിതം തിരഞ്ഞെടുക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകളും. അതിൽ തന്നെ കഷ്ടപ്പെട്ട് പങ്കാളിയെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെട്ടവരെ മറക്കാൻ കഷ്ടപ്പെടുന്നവരുമുണ്ട്. അവർക്കെല്ലാം മാതൃകയാണ് സംസ്കാരത്തിന്റെയും മതത്തിന്റെയും അതിർവരമ്പുകൾ ഭേദിച്ച ദീപക്കും ഹന്നയും.